ബ്യൂട്ടിഫുൾ. നന്നായിട്ടില്ലേ? Almost there. Just needs a few alterations. Sonu, Yes, ma'am. can you maybe like reduce the length and give me a Sure, few ma'am. color options that would match his skin tone? I'll show you, ma'am. There are a couple Yeah. of them. മോളെ, ഇന്നെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണേ. നാളെ എൻഗേജ്മെന്റ്. നിന്നിങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോടാ. അമ്മ കണ്ടിട്ടുണ്ട്. എപ്പോ? 3ാം ക്ലാസ്സിൽ ടിപ്പു സുൽത്താന്റെ വേഷം കിട്ടിയില്ലേ, അപ്പോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇഷ്ടം കൊണ്ടല്ലേടാ വാങ്ങിക്കുന്നേ. 30,000 രൂപയുടെ ബില്ല്. അച്ഛാ ഒന്ന് Make മിണ്ടായിരിക്കുന്നുണ്ട്. it fast, okay? Something's off. നന്നായിട്ടുണ്ടല്ലേ? ആ താഴേക്ക് പോയാലോ? അല്ല, ആരതി എവിടെയാ? അവള് വീട്ടിലിരുന്ന് ജോലി ചെയ്യണതുകൊണ്ട് ഓഹോ, നിങ്ങൾ താഴേക്ക് വയ്ക്കും. എന്നാ ചെല്ലു നമുക്ക് മോളെ. പോവാം. പ്രഭു, 1 minute. ആ. താങ്ക് യു പ്രഭു. നിങ്ങൾ രണ്ടുപേരും സെറ്റ് ആവൂല എന്നായിരുന്നു എൻ്റെ പേടി മുഴുവൻ. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാം അവസാനിച്ചു. ചെറിയ പ്രശ്നം പോലും വരാതെ എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു കേടോ. സാറേ, കാപ്പി ചായലും വേണം. തനിക്ക് എന്താടോ വേണ്ടേ? ആ, ഇവിടുത്തെ കോഫി എനിക്കിപ്പോ നല്ലതാ. ഒന്നും- 2 കോഫി. ഓക്കെ സാർ. എനിക്കും ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരാനാ പറഞ്ഞത്. സാറും സാറിന്റെ മോളും ഒരുപോലെ തന്നെയാ. വളരെ ഈസിയാ. അപ്പൊ പറഞ്ഞു തരില്ല. ഉം? Lehengas or sarees? Lehengas or sarees ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന്? നിന്റെ ഇഷ്ടം പോലെ മധു. Can we see some lehengas, please? ഹലോ, എന്താ നോക്കുന്നേ? സോറി മാം. ഒന്ന് വേഗാവട്ടെ പ്ലീസ്. This one? യെസ് മാം. Beautiful, no? പ്രഭു, ആ, എന്തു പറ്റി വല്ലാതിരിക്കുന്നേ? അയ്യോ, ഓക്കെ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, നോ? ദാറ്റ്സ് വാട്ട് ഐ തോട്ട്. വാ, ട്രൈ ചെയ്ത് നോക്കാം. ഐഷു, നിനക്ക് സുഖാണോ ഐഷു? എങ്ങനെ പോണു? നന്നായിട്ടിരിക്കുന്നു. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ആകെ ബ്ലാങ്ക് ആയി പോയി. എനിക്കും അതെ. അത് നീ നീ എങ്ങനെ? പ്രഭു, നീ എന്തെടുക്കുവാടാ അവിടെ? ആന്റി, പ്രഭു ഉണ്ടോ അവിടെ? നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? മാം, നിങ്ങൾക്ക് സർപ്രൈസ് തരാനായിട്ട് സർ വേറെ ഡിസൈൻ നോക്കുമായിരുന്നു. ഓ, സോ സ്വീറ്റ്. പ്രഭു, ഇങ്ങോട്ട് വാ. എന്തായാലും താൻ സെലക്ട് ചെയ്ത ഡിസൈൻ അവൾക്ക് ഇഷ്ടപ്പെടില്ല. താങ്ക്സ്. പ്രഭു, ഇതാ നമ്മുടെ വീട്. കയ്യിതാ പ്രഭു, വീട് നല്ലതാണ്. എന്തേട്ടാ വേറെ ആർക്കോ കൊടുക്കുന്ന പോലെ കൈയൊക്കെ കൊടുക്കുന്നേ? അങ്ങനെയല്ലോ, ഇന്ന് വരയ്ക്കാവും നമ്മുടെ മോൻ. നാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രഭു ആയിരിക്കില്ല, എല്ലാം മാറും. നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല.
എന്നാ നമുക്കൊന്ന് നടന്നാലോ? നാളെ നിന്റെ എൻഗേജ്മെന്റ് ആണല്ലേ? ഏ, ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? എന്നിട്ടാണോ ഇവിടേക്ക് വന്നേ? അങ്ങനെയൊന്നുമില്ല. നിന്നെ എനിക്ക് ഒന്ന് കാണണം തോന്നി. ഞാൻ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയാവോ? എങ്ങോട്ടാ പോയേ? ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്വേഷിച്ചെന്നോ? മറന്നു കാണുന്ന ഞാൻ വിചാരിച്ചേ. മറക്കാനോ? ഓർക്കാത്ത ദിവസങ്ങളില്ലേ? നീ എവിടെയാന്നറിഞ്ഞ ഞാൻ വരുമായിരുന്നു. കോളേജിലും ഓഫീസിലും ഒന്നും നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ശരിക്കും നിന്നോട് ദേഷ്യമായിരുന്നു. നീ എന്താ അന്നൊന്നും പറയാതെ പോയത്? ഞാൻ നിന്നോട് എന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛനമ്മയെ ഒരുപാട് അടിക്കും. കുടി, ബഹളം, അഫയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. വീടൊരു നരകം പോലെയായിരുന്നു. പബ്ലിക് എക്സാം നടന്ന ദിവസമില്ലേ, അതിന്റെ തൊട്ട് മുൻപത്തെ രാത്രി വലിയ പ്രശ്നമുണ്ടായി. അമ്മയ്ക്ക് തലക്കടി കൊണ്ട് ക്രിട്ടിക്കലായിരുന്നു. ഹോസ്പിറ്റൽ വരെ പോവേണ്ടി വന്നു. എക്സാം ഉണ്ടായ 15 ദിവസവും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്കാ പോയെ. ഉള്ള പ്രശ്നവും പോരാഞ്ഞിട്ട് റിസൾട്ടും ഇങ്ങനെയായി. ലൈഫ് അങ്ങനെയേ പോയി. ഇതൊന്നും നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ വളരെ ഹാപ്പി ആയിരുന്നു. നല്ല കാര്യം. എൻഗേജ്മെന്റിന് ഒരു ദിവസം മുന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഈ ഒരു സമയം പോലും കിട്ടില്ലായിരുന്നു. ഞാനെന്നാ പോകുക. നിനക്കും പോവാനുള്ള സമയമായില്ലേ? ഞാൻ ചെല്ലട്ടെ ഐഷു. നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്താടാ നീ പറയുന്നേ? എന്താ ഏതാ എന്നൊന്നും നീ പറയണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് അത് മാത്രം പറഞ്ഞാൽ മതി. അതെ, വേഗം ഓടി വരുന്ന കണ്ടുകൊണ്ടാണ് നിർത്തിയത്. നിങ്ങൾക്ക് ഐസ്ക്രീം വല്ലതും വേണോ? എന്താടായി പറയുന്നേ? എന്താ നീ പറയുന്നേ? എനിക്കെങ്ങനെ പറയേണ്ടെന്ന് അറിയില്ല അച്ഛാ. പക്ഷെ ഇതാ അതിന്റെ ശരി. എന്ത് ശരിയാണ്? നിന്റെ അടുത്ത് എന്താ പറയണ്ടേ? എങ്ങനെ മനസ്സിലാക്കി തരുമെന്ന് അറിയില്ല. മധു എനിക്ക് ചേർന്നൊരു കുട്ടിയല്ല അച്ഛാ. ഐഷു കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. ആരടാ പെൺകുട്ടി? ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ പറഞ്ഞാലും അച്ഛനത് മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലാവില്ലെന്നോ? എനിക്ക് മനസ്സിലാവില്ലെന്നോ? നിന്നെ
നിന്നെ ആരതെയും കൊച്ചു നാള് മുതൽ വളർത്തിക്കൊണ്ടുവന്ന എനിക്ക് മനസ്സിലാവില്ലെന്നോ? എന്തുകൊണ്ട് മനസ്സിലാവില്ല? പറ. അച്ഛാ, നിനക്ക് നല്ലത് വരണം, നിന്റെ ഫ്യൂച്ചർ നന്നാവണം. അതിനാ ഇതൊക്കെ ചെയ്തേ. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല. ചിലപ്പോ ശരിയായിരിക്കും, ഞാൻ സ്വാർത്ഥനായിരിക്കാം. ഐഷു ഒരു പാവം അച്ഛൻ. അച്ഛാ, ഈ കാര്യത്തിൽ അവന്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ? ഓക്കെ പറയാ അച്ഛാ. നോക്ക്, അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടേന്നേ. അതവന്റെ ജീവിതമല്ലേ ഏട്ടാ. ഓ, എല്ലാരും ഒറ്റക്കെട്ടായില്ലേ? എല്ലാം മനസ്സിലാക്കി സംസാരിക്കുകയാണോ? ആ പെൺകൊച്ചിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചോ? ആ കൊച്ചിന്റെ അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഇനിയും നീ എടുത്ത തീരുമാനമാണ് നിനക്ക് വലുതെങ്കിൽ നിന്റെ അച്ഛൻ ചത്തു. അച്ഛാ, അച്ഛാ, സോറി അച്ഛാ.